Hello, welcome back to my YouTube channel. A very happy new year to everyone. Happy 2026. I hope everyone's doing well. So, എനിക്ക് തോന്നുന്നു ഞാനൊരു 6 മാസമായി കാണും എൻ്റെ ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. Actually, I got extremely busy with work ആണെങ്കിലും ട്രാവൽ ആണെങ്കിലും. Then I felt sick in between. അപ്പോൾ കുറച്ചധികം മെസ്സായിരുന്നു. So that's why I couldn't take any videos. But this year, ഞാൻ എൻ്റെ ഒരു എന്താ വിഷൻ ബോർഡിലൊക്കെ നമ്മൾ എഴുതുമല്ലോ ഈ കാര്യം ഇന്ന കാര്യം ഇങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ അതും യൂട്യൂബ് വീഡിയോസ് എൻ്റെ ഒരു ഏറ്റവും മെയിൻ പ്രയോറിറ്റിയാണ്. സോ ഐ സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് മോർ. സോ ഇന്ന് ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. ആംബു സ്റ്റൈൽ ചിക്കൻ ബിരിയാണി. ഇത് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇറ്റ്സ് എ വെരി സിമ്പിൾ റെസിപ്പി. പക്ഷെ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് ആ ഒരു സ്റ്റൈലും കൂടെ ഞാൻ അതിൻ്റെ വീഡിയോയും കൂടെ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. സോ ആൻഡ് ദ ഫസ്റ്റ് പ്രോസസ് കാർത്തിക് ചിക്കൻ കഴുകാണ്. എനിക്ക് ചിക്കൻ കഴുകാനൊട്ട് ഇഷ്ടമല്ല. സോ ഹീസ് ഡൂയിങ് ഇറ്റ്. സോ മീൻ വൈൽ നമുക്ക് ബാക്കി പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഓയിൽ സ്പൈസസ് ഒക്കെ ഇട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉള്ളി അതൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ. സോ ഫസ്റ്റ് തിങ് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. നെയ്യും എണ്ണയും കൂടെയാണ് ഞാൻ ഇടുന്നത്. സോ ഒരു 2 ടേബിൾ സ്പൂൺ ഘീ ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ഒഴിച്ചു. ആൻഡ് ഇപ്പം ഞാൻ ഒഴിക്കുന്നത് കുറച്ച് എള്ളെണ്ണയാണ്. സൺഫ്ലവർ ഓയിലിന് ഒഴിക്കാം. ഞാൻ എള്ളെണ്ണയാണ് ഒഴിക്കുന്നത്. എള്ളെണ്ണ ഒഴിക്കുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റാണ്, ഒരു നട്ടി ഫ്ലേവർ കിട്ടും. സോ ദാറ്റ്സ് വൈ ഐ ആം പുട്ടിങ് സെസമി ഓയിൽ. എണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. സോ അടുത്തത് ഞാൻ കുറച്ച് സിനമൺ സ്റ്റിക്ക് ഇടുന്നുണ്ട്. അത് പൊട്ടിച്ചിടാം. പിന്നെ ഏലക്ക ഇടുന്നുണ്ട് 2 എണ്ണം. പിന്നെ 3 ക്ലോവ്സ് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് ഇടുന്നുണ്ട്. ഒരു 10-15 കുരുമുളക്. ഈ കുരുമുളകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉള്ളി ഇടാം. ഇനി ഉള്ളി ഇടാം. ഉള്ളി ഇതൊരു 5 ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എനിക്ക് ഓൾമോസ്റ്റ് ഇവിടെ ഒരു 1.5 kgs ഓഫ് ചിക്കൻ ഉണ്ട്. അതുകൊണ്ട് ഞാൻ 5 ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ അനുസരിച്ച് നമുക്ക് ഉള്ളി എത്ര ഇടണം എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഇനി ഉള്ളി നല്ലതായിട്ടൊരു ലൈറ്റ് ബ്രൗൺ ആവണം. അതുവരെ നമുക്കൊന്ന് സോട്ടേ ചെയ്തെടുക്കണം. ഇതൊന്ന് കുറച്ചൊന്ന് പിങ്ക് ആവുമ്പോൾ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പിടാം. ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ബാക്കി നമുക്ക് പിന്നെ ഇടാം. ഇപ്പോൾ ടൈം ഓൾമോസ്റ്റ് 3:30 ആയി. ഇപ്പോഴാണ് നമ്മൾ ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിക്കോസ് നമ്മളിന്ന് സൺഡേ ആണ്. അപ്പം ഓൾമോസ്റ്റ് നല്ല ലേറ്റായി. 11:30 12 ആയി യൂണിറ്റ്. ആൻഡ് ദെൻ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഹെവി ബ്രേക്ക്ഫാസ്റ്റാണ് കഴിച്ചത്. സോ അതുകൊണ്ട് ഇപ്പം അധികം വിശപ്പില്ല. പക്ഷേ ഇത് പെട്ടെന്ന് റെഡി ആവുന്നുണ്ട്, കുഴപ്പമില്ല. ഇതൊരു 45 മിനിറ്റ്സ് റെഡിയാവും. അപ്പോൾ ഒരു 4-4:30 ഒക്കെ ആകുമ്പോൾ ലഞ്ച് കഴിക്കാൻ പറ്റുമായിരിക്കും. നിങ്ങൾക്ക് വിശക്കുന്നോ? കറക്റ്റ്. ഓക്കെ. ഇത് ഓൾമോസ്റ്റ് ലൈറ്റ് പിങ്കിഷ് ആയിട്ടുണ്ട്.
നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. സോ ഈയോ കരി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നെപ്പോലെ വായി നോക്കി നടന്നാൽ ചിലപ്പം കരിയാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പോൾ ജിഞ്ചർ ഗാർലിക്ക് നമുക്കൊന്ന് അരയ്ക്കാം. ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് ജിഞ്ചർ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 20 അല്ലി വെളുത്തുള്ളി ഉണ്ട്. ഞാൻ എപ്പോഴും വെളുത്തുള്ളി കൂടുതലാണ് ഇടുന്നത് എല്ലാം കറിക്കും, ബിക്കോസ് എനിക്ക് ആ ഒരു ടേസ്റ്റാണ് ഇഷ്ടം. എസ്പെഷ്യലി ചിക്കൻ ആകുമ്പോൾ എന്തായാലും നമ്മൾ വെളുത്തുള്ളിയും പിന്നെ ഈ ജിഞ്ചറും എന്തായാലും കൂടുതൽ കുറച്ചധികം തന്നെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഭയങ്കര കൂടിപ്പോയാൽ ഒരു ചൊവ്വ വരും. അപ്പോൾ ആ ഒരു ചിക്കനും റൈസൊക്കെ അനുസരിച്ച് നമ്മൾ ഇടുക. പക്ഷെ കുറഞ്ഞു പോയാൽ നമുക്ക് ആ ഒരു മസാലയുടെ ടേസ്റ്റ് വരില്ല. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഒന്ന് അരച്ചെടുക്കാം. ഓക്കെ, ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ടില്ല, കുറച്ച് തരി ആ ഒരു രീതിയിലാണ് അരച്ചെടുത്തത്. അതും കൂടെ ഇടാം. ഇതെനിക്ക് തോന്നുന്നൊരു 4 ടേബിൾ സ്പൂൺ, 4 അല്ല, ഒരു 3.5 ടേബിൾ സ്പൂൺ വരെ എന്തായാലും വരും നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ നമ്മൾ പേസ്റ്റ് അപ്പോൾ തന്നെ അരച്ചിടുന്നതായിരിക്കും നല്ലത്. ഈ റെഡിമെയ്ഡ് പേസ്റ്റ് ഇട്ടാൽ ചിലപ്പം ഒരു ബിറ്റർ ടേസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് ചെയ്താൽ മതി. നമ്മളൊന്നും വേസ്റ്റ് ചെയ്യാൻ പാടില്ല, എല്ലാം ഇതിനകത്തേക്ക് തട്ടണം. ഓക്കെ, ഇനിയൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ ഓൾമോസ്റ്റ് ഒരു ലൈറ്റ് ബ്രൗൺ ആയി തുടങ്ങുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടത്. അപ്പോൾ ഇതൊന്ന് വേവട്ടെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഞാൻ തീ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്, അധികം കൂട്ടിയിട്ടിട്ടില്ല. ബിക്കോസ് എനിക്ക് എൻ്റെ സ്വഭാവം അറിയാം. ഞാൻ മിക്കവാറും തീ കൂട്ടി പിന്നെ എന്തെങ്കിലും ഫോൺ വല്ലതും വന്നാൽ ഞാൻ അപ്പുറത്ത് പോകും, പിന്നെ തിരിച്ച് വരുമ്പോൾ ഫുൾ കരിയും. സോ നിങ്ങൾ ഫുൾ ടൈം ഇവിടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, തീ ഒരു മീഡിയമിലിട്ടാൽ മതി. അപ്പോൾ ഇതൊന്ന് ആവട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ വേറെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഒന്ന് അരച്ചെടുക്കാം. ഇത് നമ്മുടെ ചുമന്ന മുളകാണ്, സാധാരണ ചുമന്ന മുളക്. അത് ഞാനൊരു ഇവിടെ ഒരു 15 to 20 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ഞാൻ കുറച്ചൊരു 2-3 മണിക്കൂറായിട്ട് വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു നല്ല പേസ്റ്റ് ആയിട്ട് എടുക്കാം, ബിക്കോസ് ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. എരിക്കെല്ലാം നമ്മൾ ചേർക്കുന്നത് ഈ ചുമന്ന മുളകാണ്. അപ്പോൾ എരി അനുസരിച്ച് നമുക്ക് എടുക്കാം. ഇത് വേണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടുകയും ചെയ്യാം. അത് നമ്മുടെ സ്പൈസ് ടോളറൻസ് അനുസരിച്ച് നമുക്കിതെടുക്കാം. പിന്നെ ഞാൻ കുറച്ച് കശ്മീരി മുളക് ഇടുന്നുണ്ട്, പക്ഷേ എനിക്ക് സ്പൈസിയാണ് ഇഷ്ടം. സോ ഞാനിവിടെ ഒരു 15 മറ്റേ ചുമന്ന മുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം. നമുക്ക് ഇതെല്ലാം മിക്സിയിലിടാം. ശരിക്കും ഈ ചുമന്ന മുളക് അധികം എരിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഒരു 15 എണ്ണം എടുത്തിരിക്കുന്നത്. ബിക്കോസ് ഞാൻ ലാസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് ഇട്ടുള്ളായിരുന്നു, 10 എണ്ണം എന്തോ ഇട്ടിട്ടുള്ളായിരുന്നു. പക്ഷേ അധികം സ്പൈസി അല്ലായിരുന്നു. സോ നമുക്കിനി അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് ആവാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
അതും കൂടെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി കുറച്ച് തക്കാളി ഇടാം, 3 തക്കാളി. തക്കാളി ഒന്ന് വെന്ത് വരുന്നുണ്ട്. ഇപ്പം നമുക്ക് കുറച്ച് പൊടികളിടാം. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് പൊടികളിടാം. കുറച്ച് മുളക് പൊടി ഇടാം. ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അടുത്തത് കുറച്ച് കൊറിയാൻഡർ പൗഡർ ഇടാം. മല്ലിപ്പൊടി ഞാനൊരു 2 ടീസ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. 1 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ലേശം മതി. ഞാൻ 1 ടീസ്പൂൺ ഫുൾ ഇടുന്നില്ല. ഒരു ടീസ്പൂൺ, ഏകദേശം 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ആദ്യം മറ്റേ നമ്മുടെ സിനമനും ഏലക്ക ബാക്കി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഗരം മസാല ഇടാത്തത്. പിന്നെ നമ്മൾ അരച്ച് വെച്ച നമ്മുടെ ചില്ലി പേസ്റ്റ് അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും ഭയങ്കര സ്പൈസി ആയിരിക്കും, പക്ഷേ അല്ല, ഇത് കറക്റ്റ് ആയിരിക്കും. ബിക്കോസ് നമ്മൾ പിന്നെ തൈര് അതെല്ലാം ഇടും. പിന്നെ ഇത് കൈ വെച്ചെടുക്കരുത്. കൈ വെച്ചെടുത്താൽ നല്ല നീറും. അതൊരു സ്പൂൺ വെച്ച് മാത്രം ഇത് ഇടണം. പിന്നെ ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് കുറച്ചും കൂടെ വെന്തിട്ട് നമുക്ക് തൈര്, പിന്നെ കൊറിയാൻഡർ, മിൻറ്റ് ലീവ്സ് അതെല്ലാം ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റും കൂടെ നമുക്ക് വെക്കാം. അപ്പോഴത്തേക്ക് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരും, കുറച്ചും കൂടെ വെന്ത് വരും. അപ്പോൾ നമുക്ക് തൈര് ഇട്ട് കൊടുക്കാം. ഞാൻ തൈരിൽ കുറച്ച് കാഷ്യൂനട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഇതിലിടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ തക്കാളി ഒന്ന് ആവട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് തൈര് എടുക്കാണ്. ഇത് മിൽക്കി മിസ്റ്റിൻ്റെ ഗ്രീക്ക് യോഗേർട്ടാണ്. ഇതിവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കുന്നത്. നമുക്ക് സാധാരണ തൈര് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തൈരും എടുക്കാം. സോ ഞാൻ കാഷ്യൂനട്ട് എന്നാണ് ആദ്യം പറഞ്ഞതായിരിക്കുന്നത്, പക്ഷേ ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ കാഷ്യൂനട്ട് ഇല്ല വീട്ടിൽ. സോ കപ്പിളിൻ്റെ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കപ്പിളിൻ്റെയാണ് അരിക്കുന്നത്. ഞാൻ ചിലപ്പോൾ കപ്പിളിൻ്റെ അല്ലെങ്കിൽ ചിലപ്പോൾ ആൽമണ്ട്സ് അല്ലെങ്കിൽ കാഷ്യൂ അങ്ങനെയാണ് അരയ്ക്കാറുള്ളത്. പക്ഷെ കാഷ്യൂ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. കുറച്ചും കൂടി നല്ല തിക്ക് ഒരു ക്രീമി പേസ്റ്റ് നമുക്ക് കിട്ടും. ഒരു 2 ടേബിൾ സ്പൂൺ പീനട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്.
ഇതൊരു 4 ടേബിൾ സ്പൂൺ കേർഡും 2 ടേബിൾ സ്പൂൺ പീനട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് അരച്ചിട്ട് കൊണ്ടുവരാം. ഞാനിത് അരച്ചിട്ടുണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ആ യോഗേർട്ടും പീനട്ടിൻ്റെ ആ പേസ്റ്റ് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് വരെ ഇതൊന്ന് വേവട്ടെ. തൈരും തക്കാളി മസാലാസൊക്കെ ഒന്ന് 2 മിനിറ്റ് മതി. എന്നിട്ട് നമുക്ക് മിൻറ്റ് ലീവ്സും കൊറിയാൻഡറും ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് മിൻറ്റും കൊറിയാൻഡറും കൂടെയാണ്. ഒരു 2 കൈപ്പിടി അനുസരിച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മിൻറ്റ് അധികം ഇടുമ്പോൾ ഒരു നല്ലൊരു ഫ്ലേവറാണ്. ഓക്കെ, ഇനി നമുക്ക് കഴുകി വെച്ച ചിക്കൻ ഇടാം. ഇത് 1.5 കിലോ ഇല്ലടാ 1.5 കിലോ അല്ലേ? 1.5 കിലോ ചിക്കനുണ്ട്. 1.5 കിലോ ചിക്കന് ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ 2.5 ഗ്ലാസ് എടുക്കാം, പക്ഷെ ഞാൻ ഇപ്പോൾ 2 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. 1.5 കിലോ ചിക്കന്. മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ എല്ലാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് ഒന്ന് ഈ മസാലയിൽ ഒന്ന് ഇത് ലൈക്ക് ഫുള്ളി ഒന്ന് വേവണ്ട, ജസ്റ്റ് ഒരു 2 മിനിറ്റ് ആ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്ക് വയ്ക്കാം. എന്നിട്ട് നമുക്ക് അപ്പോൾ തന്നെ അരിയും വെള്ളവും കൂടെ ഇടാം. ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇത് വയ്ക്കുന്നത്. ഇപ്പം ഞാൻ ഹീറ്റ് കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഈ വെള്ളമൊക്കെ ഇട്ടതിന് ശേഷം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പോ മുളകോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം. സോ ഇത് 2 ഗ്ലാസ് അരിയുണ്ട്. ഞാനൊരു 1 മണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അരിയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇനിയിപ്പം ഇതിൽ ചൂടുവെള്ളമാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. തണുത്ത വെള്ളം ഒരിക്കലും ആഡ് ചെയ്യരുത്, ബിക്കോസ് ഇത് ഓൾറെഡി ഒരു കുക്കിംഗ് പ്രോസസ്സിലാണ്, നല്ല ചൂടാണ്. അപ്പോൾ നമ്മൾ വീണ്ടും തണുത്ത വെള്ളം ഒഴിച്ചാൽ പിന്നെ അത് ആ ഒരു എന്നുവെച്ചാൽ നമ്മൾ ആ ഹോൾ പ്രോസസ്സ് വീണ്ടും ലേറ്റ് ആവും. അതുകൊണ്ട് ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. ഇനിയിപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു 4 ഗ്ലാസ് വരെ എടുത്തിട്ടുണ്ട്. ഇതിൽ ഈ അരിയൊക്കെ ഒന്ന് മുങ്ങി നിൽക്കണം, അത് അത്രയും വരെ വെള്ളം ഒന്ന് ഒഴിക്കണം. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുകയാണ്. ഞാനൊരു 4.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത്രയും മതിയാവും. വെള്ളം കൂടിപ്പോയരുത്. വെള്ളം കൂടിപ്പോയാൽ ഈ റൈസൊക്കെ ഭയങ്കരമായിട്ട് വെന്ത് പോവും. കറക്റ്റ് അളവിന് വെള്ളം ഒഴിക്കണം. ഇതെല്ലാം ഒന്ന് മുങ്ങി നിൽക്കുന്ന രീതിക്ക് വേണം വെള്ളം ഒഴിക്കാൻ. നമ്മുടെ റൈസും ചിക്കനൊക്കെ ഒന്ന് മുങ്ങി നിൽക്കണം, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന്.
ഇപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്. ഇപ്പം ഞാൻ ഉപ്പ് ഇടുന്നുണ്ട്. ഉപ്പ് എപ്പോഴും ശകലം കൂടി നിൽക്കണം, എന്നാലേ അത് പിടിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ഉപ്പ് എല്ലാം ഇട്ടിട്ടുണ്ട്, വെള്ളവും കറക്റ്റ് ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യാം ഉപ്പ് കറക്റ്റായിട്ടൊന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ വെള്ളമൊക്കെ കറക്റ്റ് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം ഇത് കുറച്ചൊന്ന് ബോയിലായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു മീഡിയം ടു ലോ ഹീറ്റിൽ നമുക്കൊരു 15 മിനിറ്റ്സ് ഇത് നല്ലതായിട്ടൊന്ന് വേവിക്കാം. എന്നിട്ട് ഓഫ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ഇത് അനക്കരുത്, എന്നിട്ട് നമുക്ക് തുറക്കാം. അത്രേ ഉള്ളൂ, ഒരു ഹാഫ് ആൻ അവറേ ഉള്ളൂ ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു ആദ്യം 15 മിനിറ്റ്സ് നമുക്ക് ലോ ടു മീഡിയം ഹീറ്റിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ വെള്ളമൊക്കെ ഒന്ന് ഇവോപ്പറേറ്റ് ആവുന്ന വരെയാണ് കുക്ക് ചെയ്യേണ്ടത്. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയാൽ മതി, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു 20-30 മിനിറ്റ്സ് എടുക്കും. അപ്പോൾ ആ സമയം കൊണ്ട് കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യാം. നീ ഇതല്ലേ ഉപയോഗിക്കുന്നത്, ഈ മിക്സി അല്ലേ? അപ്പോൾ ഈ അരി നമുക്ക് ഇതിനകത്ത് വെക്കണോ അതോ ഇതിനകത്ത് തന്നെ വെച്ചാൽ മതിയോ? നീ എന്താ ഉണ്ടാക്കുന്നേ? ഓറഞ്ച് ജ്യൂസ്, ഓറഞ്ച് ആൻഡ് ലൈം. സോ അവൻ ഓറഞ്ച് ആൻഡ് ലൈം ജ്യൂസ് ഉണ്ടാക്കുകയാണ്. പക്ഷേ ഇതിനകത്ത് ഐസ് ഇടാൻ പറ്റില്ല, എനിക്കിപ്പോൾ ഐസ് കുടിക്കാൻ പറ്റില്ല. എനിക്കിപ്പോൾ കുറച്ച് പനിയായതുകൊണ്ട് ഐസ് കുടിക്കാൻ പറ്റില്ല. സോ ജ്യൂസ് അടിച്ചിട്ട് പിന്നെ ഇവൻ്റെ ഗ്ലാസ്സിൽ കുറച്ച് ഐസ് ഇടാം, എൻ്റെ ഗ്ലാസ്സിൽ ഐസ് ഇല്ലാണ്ട് കുടിക്കാം. സോ ആക്ച്വലി ബിരിയാണിയുടെ കൂടെ കോക്കാണ് നല്ല കോമ്പിനേഷൻ, പക്ഷേ നമ്മൾ കുടിക്കാത്തതുകൊണ്ട് വി തോട്ട് വിൽ മേക്ക് ഓറഞ്ച് ജ്യൂസ്. ടൊമാറ്റോ മിൻറ്റൊക്കെ അകത്ത് വയ്ക്കണം. എന്താ ഇതിൻ്റെ ഇത് മറ്റേ സാധനം ഇതും അവിടെ. ഓക്കെ, ഫൈനലി ദ ബിരിയാണി ഈസ് റെഡി. cucumber. Smells nice. See, the rice is all cooked nicely. ഇപ്പം കഴിച്ചാലോ? You should taste this and tell me how it is. I think it is good only. Color ഒക്കെ കണ്ടിട്ട്. ലെഗ് പീസ് വെക്കട്ടെ നിനക്ക്? ഓക്കെ. Just bite. That's good. What? It's good. കൊള്ളാവോ? എരി? Little bit on the സ്പൈസി കുറച്ച് കൂടുതലാ. Yeah, but നോക്കട്ടെ, give me some. sort of. Good. It's nice. Spice level എനിക്ക് For you, correct, alright, yeah. but for me, bit more.
സോ സ്പൈസ് ലെവൽ എനിക്ക് കറക്റ്റാണ്, പക്ഷേ കാർത്തികിന് അത് കുറച്ച് കൂടുതലാണ്. അപ്പം സ്പൈസ് ലെവൽ നമ്മുടെ ഒരു സ്പൈസ് ടോളറൻസ് അനുസരിച്ച് ഇട്ടാൽ മതി. അപ്പം ബാക്കി ടേസ്റ്റൊക്കെ ഇറ്റ്സ് വെരി നൈസ്. ആൻഡ് ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതല്ലേ ഉള്ളൂ. ജസ്റ്റ് ഒരു 40 മാക്സിമം 1 hour അത്രേ ഉള്ളൂ. ആൻഡ് ഒരു ക്വിക്ക് ഒരു ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ ദിസ് ഇസ് എ പെർഫെക്റ്റ് റെസിപ്പി. സോ പ്ലീസ് ട്രൈ ദിസ് ഔട്ട് ആൻഡ് I hope you enjoy this biryani and give me the feedbacks of how you like it. So see you all in the next video. Bye bye.